അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റീലിന്റെ ഷൂട്ടിങ്ങിന്റെ വീഡിയോ ഉണ്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേറെ കണ്ടന്റ് ആയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ചെയ്യലാണെന്ന് പരിപാടി. കണ്ടന്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വരുന്നുണ്ട്. കാരണം നമുക്ക് നോമ്പൊക്കെ വരാൻ പോണത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ വരാണ്ട്. അതായത് നല്ല അടിപൊളി ചെയ്യുന്ന ഈ കാര്യം. അപ്പൊ ഇപ്പൊ നമ്മള് തൽക്കാലമായിട്ട് ചെറിയൊരു റീൽസിന്റെ ഷൂട്ടിംഗ് ആണ്. ഇമ്മ വെക്കണ അടങ്ങി ക്യാമറ അവിടെ ഉമ്മ ഉണ്ട്. ഉമ്മ അവിടുന്ന് ആണെങ്കിൽ ഇത് പറഞ്ഞിക്കണേ അതേപോലെ തന്നെ ഇരുന്നിക്കണേ. പിന്നെ ഉമ്മ നിക്കണേ. ഉമ്മ വാ ഇതിന്റെ റീൽസിന്റെ ഷൂട്ടിംഗ് ആണ്. അപ്പൊ നമ്മുടെ ക്യാമറമാനൊക്കെ നമ്മളിത് പരിചയപ്പെടുത്തണേയാണ്. പക്ഷെ ഈ വീഡിയോയിലല്ല നമ്മള് പരിചയപ്പെടുത്തണ ഈ കാലം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വരി. അപ്പൊ ഗൈസ് ഇമ്മിയും വല്യമ്മയും ഓൾറെഡി കോസ്റ്റ്യൂമിൽ ഇരിക്കാണ്. ആടാ ആ ഷർട്ട് എടുത്തിട്ടാ. ഗൈസ് ഞമ്മക്ക് ചെറിയൊരു പ്രശ്നം പറ്റിക്കണേ. കാരണം ഇന്നലെയാണ് നമ്മൾ ഇതിന്റെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിനെ. അപ്പൊ ഉമ്മ എന്ത് കിട്ടിക്കണേ, രാവിലെ തന്നെ എടുത്താണ്ട് ഈ സാധനം എടുത്താണ്ട് തിരുമ്പിട്ടിക്കണേ. ഇതാണ് നേരത്തെ ഡ്രസ്സ്. അടുത്താണ്ട് തിരുമ്പിട്ടിക്കണേ. ചെറിയ നനവുണ്ട്. എടുത്തിട്ട് ഇനിയിപ്പോ പറഞ്ഞിക്കണേ രണ്ടാളോടും കേട്ടോ. കിളിക്കണ കണ്ടില്ലേ, രണ്ടെണ്ണം പാടെ ഉള്ള തെറ്റുള്ളിൽ ചെയ്തിട്ട്. അല്ല ഞങ്ങള് പറയലുണ്ട് വീഡിയോ എടുക്കുമ്പോ ഞങ്ങളെ സാധനങ്ങളൊക്കെ അതുപോലെ അവിടെ തന്നെ വെക്കണം. ഒരാഴ്ചക്ക് ആ ഡ്രസ്സൊന്നും തിരുമ്പരുത് പറയലുണ്ട്. ഇനി തിരുമ്പിച്ച് കാണിച്ചു തരാ. ഇത് മറ്റേ നനഞ്ഞ ചാക്ക് മേത്തൂട്ടോ എനിക്ക്. വാ ഇനി എന്തായാലും തുടങ്ങുക ഗൈസ്. നമുക്ക് അധികം ടൈമില്ല, ഷോപ്പ് പോകാണ്ട് കഴിഞ്ഞിട്ട്. ഒട്ടുകാലൊക്കെ അവിടെ നിന്നല്ലേ മാമ? വേണം. ഇന്നലെ നമ്മളെ ഷൂട്ടിങ്ങിൽ ഒട്ടുവാലുണ്ടായി. നമ്മൾ ഒട്ടുവാല എടുക്കാൻ പോകുന്നത്. മാമ ഒട്ടുവാല അവിടെ തൂക്കിട്ടാണല്ലേ? ഒട്ടുവാല് മതി കെട്ടാ വേണം. ഇത് വാ വേം പാമ്മ. ക്യാമറ ഇതില് നിക്ക്. അമ്മ അങ്ങോട്ട് ക്യാമറക്ക് നോക്കി നിക്കണ്ട അമ്മ. എന്താണ് ഒരു ഇതില്ലാത്ത മൈക്ക് നിക്കണേ? അങ്ങോട്ട് നോക്കി, ക്യാമറക്ക് നോക്കി ചിരിച്ചു. അമ്മക്ക് എന്തെങ്കിലും പറയണ്ടേ അമ്മയോട് പറഞ്ഞു കൊടുക്ക്. അമ്മ ഇത് മുഖ ഇത് മുഖ ഇത് മുഖ കറക്റ്റ് ഇത് മുഖ ഇങ്ങോട്ട് ക്യാമറ നോക്ക്. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക്. ആ ഇങ്ങോട്ട് തുടങ്ങിക്കോ. ഓക്കെ അല്ലേ? ഓട്ടം കാണാരാ ഒന്നുമില്ല. വേഗം നോക്കുമ്പോ നമുക്ക് ഇഡ്ഡലിയാണ് മതി. ഞങ്ങള് പൂച്ചക്കുട്ടി രാവിലെ ഉണ്ടേ പാലില് കുളിച്ചു വെഞ്ഞു നിക്കണേ. രാവിലെ തന്നെ ഞാൻ ബക്കറ്റിലിട്ട് കെഗിയാന് റബ്ബറും പാല് കുളിച്ചു നിക്ക. അപ്പൊ ഇറച്ചൻ കുട്ടി ഇത് മഴക്കാലത്ത് എന്തോ ഒന്ന് ചീഞ്ഞ മണ. എന്താ മോണ്ട എന്തിനാ അഭിനയത്തിക്ക് വാ. റബ്ബറിന് ഒട്ടുവാലെടുത്താണ് തേക്കണ. മറുപടി വേണമ്മ. ആ ഓക്കെ ഇതാണ് ചെന്നോ അടുത്തോണ്ട്. ക്ലിയർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാട്ടി തരാം. ക്ലിയർ കമ്മിയാണെന്നാലും ഒരു മിനിറ്റ് കേട്ടോ. 1 2 3 ആക്ഷൻ. അവിടെ ഞാനാക്കി തരാം. നമ്മളെ ഷൂട്ടിങ് കഴിഞ്ഞിക്കണ്. അതായത് ഇൻഡിപെൻഡന്റ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല. 2-4 ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്മമാന്റെ ഷൂട്ടിംഗ് ആണ്. ആളിവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അമ്മമ്മ? സെറ്റ് അല്ലേ? പള്ളി കാട്ടിനെടുക്കണ്ടേ? അതായത് ഞാനിപ്പോ അവിടെ നിന്ന് ഞാൻ ഇപ്പൊ അവിടെ ബൈക്ക് ഉണ്ടല്ലോ നിരക്കിയിട്ട് കണ്ടോണ്ടിരിക്കണം മമ്മ. അപ്പൊ ഉമ്മമാരുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്തിരിക്കണം, ഉമ്മമാരുടെ മുഖത്തെ ആക്ഷൻ എന്തിരിക്കാനോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു കാട്ടേണ്ടി വരും. അപ്പൊ വീഡിയോ ആയിട്ട് എടുക്കും. അത് മമ്മ ഒന്നിട്ടാ അമ്മ പേടിച്ചോണ്ട് എടുത്തിട്ടാ പറഞ്ഞ ഇങ്ങനെ കാട്ടൂലേ ഉമ്മ വലിച്ചൂലേരു. ഇതൊക്കെ എന്താ കുഴപ്പമില്ല, നോക്കി നോക്കാം. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം അല്ലേടാ? തൊള്ളിയും പൊളിച്ചൂലേ അങ്ങനെ അടിക്കാം. എരു വലിച്ചാനല്ല പറഞ്ഞത്. നമുക്ക് പേടിച്ചിട്ട് അങ്ങനെ കൂലേ തൊള്ള വിളിച്ചാണ്. ഉമ്മമാരെ ഒരു ബൈക്ക് കുത്താൻ വരികയാണ്. ഉമ്മമാരുടെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻ? അപ്പൊ അതോടെ പെട്ടെന്ന് കാട്ടാൻ കഴിയോ, വരുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ എങ്ങനെന്താണ്. നമ്മള് പേടി വരുമ്പോ പെട്ടെന്ന് കിട്ടുമോ? അതാണ് അഭിനയം. അങ്ങനെ കിട്ടണം. ഞാൻ എന്താ കാട്ടുക? പേടിപ്പിച്ചാ ഞാൻ അവിടെ ബൈക്ക് കറക്കാം. മമ്മ എന്താ കാട്ടിയപ്പോ
മമ്മ എന്താ കണ്ടുക്കും അല്ലേ? അല്ല പറഞ്ഞ ഒരാളോട് വീട് എടുക്കണീന്റെ അടിയിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഇതെന്താണ്? എന്താണ്? സാബും വെള്ളം, സോപ്പും വെള്ളം. മമ്മ കുടിക്കട്ടെ. വെള്ളം കുടിച്ചിക്കാനല്ല പറഞ്ഞ, അഭിനയിച്ചാനാ പറഞ്ഞത്. വെള്ളം കൂടി ഇറക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്? നോമ്പാണ് വരാൻ പോണത്. അപ്പൊ അതിന്റെ കുറെ പരിപാടികളുണ്ട്. ഞങ്ങൾക്ക് ഒന്നാമത് വീഡിയോ ഇത്ര ലാഗ് ആവുന്നത് ഷോപ്പ് ഉള്ളതുകൊണ്ടാണ്. ഷോപ്പിന്ന് വിളിക്കാണ് ഗൈസ്. ഇനിയിപ്പോ അവസാനം ഒരൊറ്റ വഴിയുള്ളൂ. അനിയൻ അവിടെ നിന്ന് ബൈക്കും കൊണ്ട് എന്തൊക്കെയാ കാണിക്കും. അപ്പൊ ഉമ്മമാന്റെ മുഖത്തുനിന്ന് വല്ല എക്സ്പ്രഷൻ വരുന്നുണ്ടോ അത് വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ ഈ നിക്കണത്. ഉമ്മ കേട്ടോ, എന്തെങ്കിലും എന്താ വരുന്നത് അതാണ് എടുക്കന്നെ. ശരിയല്ല, ഓരോടെ ബൈക്ക് കൊണ്ട് എന്ത് കാട്ടുന്നുണ്ട്. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തപ്പോ ഞാൻ വണ്ടി ബേക്കങ്ങോട്ട് പോയില്ലേ, അപ്പം ഒരു എക്സ്പ്രഷൻ കാട്ടിങ്ങാണ്ട് ആ എക്സ്പ്രഷൻ കിട്ടണം. ആ പേഴ്സിന് എക്സ്പ്രഷൻ കിട്ടണം. പെട്ടെന്ന് വരുന്ന മാർക്ക് വരില്ല. നമ്മൾ എങ്ങനെ ആക്കിയാലും പെട്ടെന്ന് നമ്മള് ഞെട്ടിങ്ങാട് പേടിച്ച് വിളിച്ചണ മാർക്ക് നമ്മൾ ഇതാക്കിയാണ് കജ്ജൂല. ഈ മുഖത്തെ ഈ മുഖാണ് വേണ്ടിയേ. അവിടെ കണ്ടില്ലേ? അഭിനയിക്കുന്ന രീതികളാണിത്. ഭയങ്കര നല്ല കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് റീൽസ് കാണുമ്പോ സിമ്പിൾ ആയിക്കാരോ. ഇപ്പൊ കണ്ടില്ലേ? തൊള്ളൊന്നും പാട് തുറന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അടിച്ചു. ഏകദേശം അങ്ങനെ തന്നെ. ഏതോ ഒന്ന് കിട്ടിയിരിക്കണ എനിക്ക്. അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇൻഷാല്ലാ അടുത്ത നമുക്ക് ശരിയാക്കാം. ഓക്കെ, തളരരുത് രാമകുട്ടി. എന്ത് കാട്ടി പറഞ്ഞ കാര്യമില്ല. പെട്ടെന്ന് വരുന്നവർക്ക് കൽപ്പിച്ചാക്കി. അത് ശരിയാ. ഒറിജിനാലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ടാസ്ക് ആണ്. പക്ഷെ മമ്മാനെ കൊണ്ട് വേണം വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ മമ്മ വേണ്ട വിചാരിച്ചിട്ടാ. അടുത്ത മമ്മാന്റെ വീണ്ടുള്ള ഷൂട്ടിംഗ് ആണ്. ഇന്നലെ വീഡിയോ എടുക്കൽ തുടങ്ങിയാൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് അവസ്ഥ. ഭയങ്കര ആക്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. അഭിനയ സിംഹമാണ് ഗൈസ്. അപ്പൊ ഇനി മമ്മാന്റെ ഡയലോഗാണ്. നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം അല്ലേ? ഞാൻ അവിടെ പോയി മമ്മ എന്താണ് കാട്ടേണ്ടത്? അനുവിനെ നോക്കുക. അനുവിനെ നോക്കി നിന്നിട്ട് എന്താ കാര്യം ഞങ്ങളെ പറയണ വല്ല ചക്കക്കൂട്ടാനാണോ പോലെ അങ്ങനെ കേട്ടോ മമ്മ. എന്തോ കാര്യമായിട്ടാണ് രണ്ടാള് പറയണ്ടോ? ചക്കക്കൂട്ടാനും എന്തേലും ആവോ? ആദ്യമായിട്ടാണ് ശരിയായത്. കറക്റ്റായിട്ട് കിട്ടിക്കണ എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തിട്ട്, ഉമ്മമാന്റെ ആക്ടിങ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തിട്ട് എല്ലാരും. ആക്ടിങ്ങിന്റെ പവറും കൊണ്ടാണ് ഇന്നലെ കഴിയേണ്ട സാധനം ഇതുവരെ ഇപ്പോഴും വീഡിയോ എടുത്തോണ്ട് ഇത്ര ആയി കിട്ടിയത് അല്ലേ മമ്മ? അല്ലേ? അതെ അതെ. പിന്നെ കാര്യമായിട്ട് പാത്രം മോറാൻ പോയിക്കാണ് ഗൈസ്. ഇവിടെ വീഡിയോ എടുക്കണതിന്റെ അടി കൂടെ ഇവിടെ നിക്കാം. അവിടെ അതിനോടൊന്നും മാറിക്കാം. ക്യാമറ കൂടി ക്യാമറയും കൊണ്ട് ഗൈസ് എന്തൊക്കെ അയക്കണേ? എന്താ കാടി കൂടികളെ? എന്താ മമ്മ എന്താ ഉണ്ടായത്? എന്താ കുറച്ചേരം അനങ്ങാതെ നിക്കാൻ പറഞ്ഞു. അത് കറക്റ്റായി അഭിനയിച്ചിരിക്കണം. അനങ്ങാതെ നിക്കണേ. അടുത്ത സീൻ എനിക്കും അറിയില്ല. അടുത്ത സീൻ എന്താണ് എനിക്കും അറിയില്ല. തപ്പി ഇവിടെ ആലോചിച്ച് നോക്കട്ടെ. ലാസ്റ്റ് സീനല്ലേ ഇനി? കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് ചെറിയൊരു സീനും കൂടി ഉള്ളൂ. അപ്പൊ അതും കൂടി കിട്ടാണ്ട് ഇനി ഗൈസ് ഇതിന്റെ എൻഡിങ്ങും പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അവസാനിച്ചു. അടുത്ത വീഡിയോ നമ്മളെ നോമ്പിന്റെ കുറച്ച് പരിപാടികൾ. നോമ്പ് മണിയുണ്ട്. നാളെ ചെന്നായി എന്നങ്ങക്ക് ഒഴിവുണ്ടാകുക. നോക്ക നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ലീവ് പറഞ്ഞു കഴിഞ്ഞാ എന്താ ഇന്ന് ശനി. ചൊവ്വാഴ്ച എടുത്ത് ചെയ്യാം ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തുള്ള നോമ്പ് മണിന്റെ വീഡിയോ ഉണ്ട്. കാരണം ഫുള്ളായിട്ട് നമ്മള് റെഡി ആക്കില്ലേ ഗൈസ്? പേരെ ഫുള്ളായിട്ട് നമ്മള് അടിക്ക് പൊറുക്കി സെറ്റ് ആക്കി വെക്കാണ്. അതായത് നോമ്പിന്റെ പണി നമ്മൾ അടിപൊളി പൊറുക്കാൻ മാത്രമൊന്നുമില്ല ഗൈസ്. ആകെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് അടുക്കള അവിടുന്ന് എല്ലാം പെരിത്തെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് കിടക്കാം. അന്ന് നമുക്കറിയാം ഈ പെരിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്.
പണ്ട് നമ്മളെ പണ്ടത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. ഇല്ല പണി എന്നാണ് ഭക്ഷണം വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങേണ്ടി വെച്ചുണ്ടാക്കാനും ഓർഡർ ആക്കാം. അല്ല നിധി എന്തെങ്കിലും കിട്ടുമോ അമ്മ? എന്താ കളക്കല്ലേ പേരിന്റെ ഉള്ളിൽ കളക്കാനല്ലേ അല്ല അടിച്ചു വരുമ്പോ എല്ലാം തടഞ്ഞാലല്ലേ തടിയും കുറെ മണ്ണും കെട്ട മണ്ണും കെട്ടടിയല്ലേ അമ്മ? ആറാലും കരുതി അതൊക്കെ തടി. എന്നാ വീഡിയോ അതിന്റെ പറ്റിയുള്ള ഷൂട്ടിങ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പൊ ഇവർക്ക് രണ്ടാക്കും കൂടി എന്തെങ്കിലും പറയണ്ടോ നമുക്ക് ചോദിച്ചോ, ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയണ്ടോന്ന് ചോദിച്ചു. അമ്മക്ക് എന്തെങ്കിലും സജഷൻസ് എന്താ പറയുന്നത്? എന്ത് പറയണം? അസ്സലാമു അലൈക്കും അല്ലേ? വലൈക്കും സലാം. എല്ലാരും നമ്മളെ ഇതുവരെ വളരെ നല്ല രീതിയിലാണ് കണ്ടത്. അതേപോലെ തന്നെ ഇനിയും കാണണം. ഞങ്ങളെ കണ്ണാണെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇജാണ് മാറിക്കണത് ഓരോ പൊട്ടത്തിനെ പറഞ്ഞു കൊടുക്കുക. എല്ലാരും ഞങ്ങളെ ഇതുവരെ കണ്ടമായിരിക്കും ഇനിയും കാണണം. കണ്ടിട്ട് കണ്ടിട്ട് കാണണല്ലോ. അപ്പൊ എന്താ കണ്ടാ മാത്രം പോരെ ഗൈസ്. നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ഇടണം. നിങ്ങളെ കൊണ്ട് പറ്റണ അത്രക്ക് കമന്റ് ഇട്ടോളി. ഞങ്ങള് പറ്റണ അത്രക്ക് ഞങ്ങള് റിപ്ലൈ തരാം. കാരണം എന്താ അറിയോ, ഇപ്പൊ പണി ഉണ്ടായതിന്റെ റിപ്ലൈ ഒന്നും തരാൻ പറ്റാത്ത. ഇനി പണി ഇല്ലാത്ത ഇപ്പൊ ഞങ്ങള് ഫുള്ള് റിപ്ലൈ അതെ അതെ എല്ലാവർക്കും കണ്ടിടും. അല്ല ഓക്കെ അല്ലേ മാമ? ഓക്കെ. അപ്പൊ നമ്മള് വീഡിയോ അതിന്റെ പാക്കല്ലേ? അതായത് വീഡിയോ അതിന്റെ പക്ക എന്ന് പറഞ്ഞാൽ വീഡിയോ കട്ടാക്കല്ലേന്ന്. വീഡിയോ കട്ട് ചെയ്യല്ലേ, നിർത്തല്ലേ? ഓക്കെ.